ഹലോ. യെസ്, പറയൂ. ആരാണ്? എന്റെ പേര് ബിലാൽ സമദ് എന്നാണ്. വിശ്വാസിയാ? വിശ്വാസിയാണ്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഈ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് നിങ്ങളൊരു വ്യത്യസ്ത അല്ല, എന്നാൽ നിങ്ങൾ നേരത്തെ മുസ്ലിം ആയിരുന്ന ഒരു എക്സ് മുസ്ലിം ആണ്. അതിന്റെ കാരണം നിങ്ങൾക്ക് പോകെ മനസ്സിലായി. ഖുറാനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിവിപുലമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്കുണ്ടായിട്ടുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്റെ ജീവിതം പട്ടിണക്കി. തീർച്ചയായിട്ടും പറയൂ. ഞാൻ പറഞ്ഞ കറക്റ്റ് ഉണ്ടാ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകളെ കൊണ്ട് പൂശുക അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഓഹോ, അത് ശരി. അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? അതായത് പൂശുക എന്നുള്ള വാക്കിന്റെ അറബി വാക്കാണോ നിങ്ങൾക്ക് അറിയണ്ടേ? അയ്യോ, ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട. പൂശുക എന്നുള്ളതിന് അറബി വാക്കല്ല. ഖുറാനില് ഏതടത്താണ്, അതായത് നിങ്ങൾ പറഞ്ഞ അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയാണ്, ഖുറാനില് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം കൊണ്ട് പൂശുക എന്നുള്ള രീതിയിൽ. ഖുറാനിൽ എന്ന് തന്നെയാണ് പറഞ്ഞത്? ഇസ്ലാമിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഖുറാനിൽ എന്നല്ലേ പറഞ്ഞത്? ഇസ്ലാമിൽ എന്നല്ല. നമ്മൾ ഇസ്ലാമിൽ ഖുറാൻ മാത്രമേ ഉള്ളൂ. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. ഇസ്ലാമിൽ ഖുറാൻ എന്നല്ല താങ്കൾ പറഞ്ഞത്, ഖുറാൻ എന്നാണ്. അങ്ങനെയല്ല, നമ്മൾ എങ്ങനെ പറയാത്തത് എന്നല്ല, നമ്മൾക്കറിയാം. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ മാത്രമാണോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ഖുറാൻ മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ സംഭവങ്ങൾ ഹദീസല്ലേ ഖുറാൻ. എങ്ങനെയാണ് ഹദീസ് ഇസ്ലാമിൽ പെടുന്നതല്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഇസ്ലാമിൽ പെടുന്നതാണ് ഹദീസ്. ഹദീസിലുണ്ടോ ഈ പറഞ്ഞ സാധനം? ഹദീസിലില്ല. ഹദീസിലില്ലേ? ഇല്ല. ഉറപ്പാണോ? 100% ഉറപ്പാണോ? 150% ഉറപ്പ്. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവനത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. എന്താണ് ഇല്ലാത്തത്? ഈ ഹദീസ് രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് അതൊക്കെ അവിടെ കേട്ടെ. ഹദീസിലുണ്ടോ ഇല്ല അതാണ് നമ്മൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. അതല്ല, നിങ്ങൾ ഹദീസ് എടുക്കുന്ന ആളാണോ അല്ലേ? അതാദ്യം പറയും. അല്ല, എന്താ ചോദിച്ചത്? ഒന്നുമില്ല. ഞാൻ തീർച്ചയായിട്ടും ഹദീസ് എടുക്കുന്ന ആളാണ്. ഹദീസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ അത് എടുക്കുന്നത്? അതിന്റെ രൂപപ്പെടുത്തലൊക്കെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ എടുക്കണേ? അല്ല, നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നുണ്ട്, ഇത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാന്നോ എന്ന് വെച്ചാ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയണ? അപ്പൊ സഹീഹായ ഹദീസ് അപ്പൊ നിങ്ങൾ തള്ളൂ? ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ സഹീഹായ ഹദീസ് അപ്പൊ നിങ്ങൾ തള്ളൂ? ഹദീസുകളിൽ സഹീഹായ ഹദീസ് അപ്പൊ നിങ്ങൾ തള്ളുമോ ഇല്ലേ? അല്ല, സഹീഹായ ഹദീസുകളും ലൈഫായിട്ടുള്ള ഹദീസുകളും. ഞാൻ ചോദിച്ചത് സഹീഹായ ഹദീസിന്റെ കാര്യമാണ്. നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചത് സഹീഹായ ഹദീസ് നിങ്ങൾ തള്ളുമോ ഇല്ലേ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അല്ല, നിങ്ങൾ ഇതിൽ ഏത് ഹദീസാണ്? സഹീഹായ ഹദീസ് നിങ്ങൾ തള്ളുമോ ഇല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ എന്ന് നമുക്ക് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ സഹീഹായ ഹദീസ് തള്ളുമോ ഇല്ലേ? അതാദ്യം പറയും. സ്വഹീഹായ ഹദീസുകൾ ഇസ്ലാമിക ലോകം തള്ളാറില്ല. നിങ്ങൾ തള്ളുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇസ്ലാമിക ലോകം തള്ളാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് മുസ്ലിമാണല്ലോ. നിങ്ങൾ മുസ്ലിമാണ്, അപ്പൊ നിങ്ങൾ സഹീഹായ ഹദീസ് തള്ളില്ല. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. പക്ഷെ നിങ്ങൾ അതവിടെ നിൽക്കട്ടെ, ചോദിക്കണേന് ഉത്തരം പറയും. അപ്പൊ നിങ്ങൾ സഹീഹായ ഹദീസ് ഒരിക്കലും തള്ളില്ല, ഉറപ്പല്ലേ? ഇല്ല, തള്ളില്ല. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു സഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ ഹദീസിൽ ഈ പറയുന്ന രീതിയിൽ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഹമ്മദ് നബിയെ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ അത് തള്ളുമില്ലേ? സഹീഹായ ഹദീസ് കാണിച്ചു തന്നാൽ. ഇവനൊക്കെ മലബാറിൽ കാണുമ്പോ ഞാൻ അങ്ങ് മൈസൂരിൽ കാണും. മനസ്സിലായോ നിനക്ക്? നിങ്ങൾ ആ ഹദീസ് പറയൂ. നിങ്ങൾ ആ സഹീഹായ ഹദീസാണെങ്കിൽ തള്ളൂല്ലേ? അതാദ്യം പറയും. നിങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഹദീസ് പറയും. സഹീഹായ ഹദീസിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട അറബി പെണ്ണുങ്ങളെ പൂശാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന ഒരു സ്വഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ അത് തള്ളുമോ ഇല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയ് കോയ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. സ്വഹീഹായ ഹദീസിൽ ഈ പറയുന്ന അറബി പെണ്ണുങ്ങളെ പൂശാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ആ ഹദീസ് നിങ്ങൾ തള്ളുമോ ഇല്ലേ? അതാദ്യം പറയും. ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങൾ എന്തിനു വേണമെങ്കിൽ വിളിച്ചോ. ആ പറയുന്ന കാര്യത്തിന് ബാക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാൻ സൗകര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ വിളിച്ചിട്ട് വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്. നിങ്ങൾ സഹിയായ ഹദീസ് തള്ളില്ല എന്ന് പറഞ്ഞു, ഉറപ്പല്ലേ? തള്ളൂലല്ലോ. തള്ളുമോ ഇല്ലേ? തള്ളുമോ ഇല്ലേ? നിങ്ങൾ സഹിയായ ഹദീസ് തള്ളുമോ ഇല്ലേ? ഒന്നുകൂടി പറയും.
അവൻ എനിക്കെതിരെ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അതാ അവന്റെ വെല്ലുവിളിക്ക് ഇത്ര ശക്തി കൂടുതൽ. എന്റെ പൊന്ന ആശാന നിങ്ങൾ പറയട്ടെ, നിങ്ങൾ സഹിയായ ഹദീസ് തള്ളുമോ ഇല്ലേ? നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ 150% ഉറപ്പുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ? അങ്ങനെ മുഹമ്മദ് നബി പൂശാൻ പറയില്ല എന്ന് ഇത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കണത്? നിങ്ങൾ ഹദീസ് ഏതാന്ന് പറ. ഹദീസ് അവിടെ നിൽക്കട്ടെ. ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ അത് സഹീഹാണെങ്കിൽ നിങ്ങൾ തള്ളുമോ? അതാ ഞാൻ ചോദിക്കണത്. നിങ്ങൾ സ്വഹീഹാണോ ലൊയ്ഫാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അത് സ്വഹീഹാണ് ഹദീസാണ് ഞാൻ തരാ. 100 അല്ല 250% ഉറപ്പ്. അത് ഞാൻ കാണിച്ചാൽ നിങ്ങൾ തള്ളൂല്ല. അതാ ഞാൻ ചോദിക്കാം. നിങ്ങൾ അത് എടുക്കോ? നിങ്ങൾ അത് എടുക്കോ ഇല്ലേ? അതാദ്യം പറയും. അല്ല, നിങ്ങൾ സ്വഹീഹാണെങ്കിൽ നമുക്ക് നിങ്ങൾ അത് ആദ്യം ഉത്തരം പറയും. തള്ളുമോ ഇല്ലേ? യെസ് ഓർ നോ? സ്വഹീഹാണെങ്കിൽ നമ്മൾ എടുക്കണമല്ലോ എന്ന് പറയുമ്പോ അത് യെസ് എന്നല്ലേ. ഓക്കെ, അപ്പൊ ആ ഹദീസിൽ ഈ പറയുന്ന സാധനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ ഇസ്ലാം വിടുവോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നടപ്പില്ല. നിങ്ങൾ ഇസ്ലാം വിടോ ഇല്ലേ എന്ന് പറയും. കാരണം നിങ്ങൾ പറഞ്ഞത് മുഹമ്മദ് നബി അങ്ങനെ ഒരിക്കലും പറയില്ല, ഹദീസിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, സ്വഹീഹായ ഹദീസിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സ്വഹീഹായ ഹദീസിൽ ഈ പറയുന്ന അറബി പെണ്ണുങ്ങളെ പൂശാൻ പറയുന്ന ഒരു മുഹമ്മദ് നബിനെ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം വിടോ? നിങ്ങൾ ഒരാൾ എന്നിട്ട് സംസാരിക്കുക. ജമാഅത്തായിട്ടൊക്കെ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി. ഇപ്പൊ നേരെ കാര്യം പറയും, നമുക്ക് സമയമല്ല. അപ്പൊ ഞാൻ പറയുന്നു, സ്വഹീഹായ ഹദീസിൽ മുഹമ്മദ് നബി അറബി പെണ്ണുങ്ങളെ പൂശാൻ പറയുന്നത് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം വിടുവില്ലേ? ചോദിച്ചതിന് ഉത്തരം പറയും. ഉപദേശമൊക്കെ മാറ്റി വെക്കും. ചോദിച്ചതിന് ഉത്തരം പറയും. ഉപദേശങ്ങളൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ഉപദേശമൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ പറയുന്ന സാധനത്തിന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്യാൻ പറയില്ല, പൂശാൻ പറയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ഹദീസ് ഒരിക്കലും ഉണ്ടാകാനേ പാടില്ല, സാധ്യതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു ഹദീസ് സ്വഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ മതം വിടുമോ ഇല്ലേ? നിങ്ങൾ പറയുന്ന വാക്കിൽ നിങ്ങൾ വിലയുണ്ടെങ്കിൽ നിങ്ങൾ മതം വിടണം. സാധിക്കും നിങ്ങൾക്ക്? അല്ലാതെ വെറുതെ നിങ്ങൾ ചോദിക്കുമ്പോ തെളിവ് കാണിച്ചു തരാനേ ഞാൻ നിങ്ങളെ കുപ്പിന്ന് ഇറങ്ങി വന്ന ജിന്നല്ല. ഞാനിങ്ങനെ വഴി തെറ്റിയല്ലേ ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തെളിവ് കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം വിടുമെങ്കിൽ ഞാൻ കാണിച്ചു തരും, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല. അതാ പറയണത്. തെളിവ് ഞാൻ കാണിച്ചു തരുമ്പോ നിങ്ങൾ മതം വിടുമെങ്കിൽ ഞാൻ കാണിച്ചു തരും, ഇല്ലെങ്കിൽ നിങ്ങൾ പോയി തപ്പ. ഇവിടത്തെ നാട്ടുകാർക്ക് എന്താണ്, ഗ്രാമത്തിലെ മയിൽക്കുട്ടികൾക്ക് പോലും അറിയാം ഈ ഹദീസൊക്കെ. അപ്പോഴാണ് നിങ്ങളെ പോലെയുള്ള ഇതേപോലെയുള്ള ഓഞ്ഞ കോയമാര് വന്നിട്ട് വെല്ലുവിളിയായിട്ട് വരുന്നത്. നാണമുണ്ടോ കോയ? ഇതൊക്കെ കുറെ ഇവിടെ ഓടിയതാണ് കോയ. ഇവിടുത്തെ ഈ നാട്ടിലെ മയിൽക്കുട്ടികൾ പോലും ഈ ഹദീസിന്റെ നമ്പർ പറയും. സൗകര്യം ഉണ്ടോ? ഞാനത് കാണിച്ചു തന്നാൽ നിങ്ങൾ മതം വിടും എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. മയിൽക്കുട്ടി പറയും, മയിൽക്കുട്ടി പറഞ്ഞിരിക്കും. നിങ്ങൾ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയും. ഈ ഹദീസ് സഹീഹായ ഹദീസ് കാണിച്ചു തന്നാൽ നിങ്ങൾ മതം വിടുമോ ഇല്ലേ? അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ സഹീഹായ ഹദീസിൽ മുഹമ്മദ് പൂശാൻ പറയുന്ന ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ, സഹീഹായ ഹദീസ് കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം വിടുമല്ലേ? ഇസ്ലാം വിടുമോ ഇല്ലേ? അതിന് ഉത്തരം പറയും. നമ്മളൊരു ഡിബേറ്റ് നടത്തുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ അമ്മാരി പരിപാടിയൊക്കെ ഒന്നും അവിടെ നടക്കില്ല. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. ചോദിച്ചതിന് ഉത്തരം പറയും. ഈ പറയുന്ന സ്വഹീഹായ ഹദീസിൽ മുഹമ്മദ് അറബി പെണ്ണുങ്ങളെ പൂശാൻ പറയുന്നത് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ മതം വിടുമോ ഇല്ലേ? ഒരു മിനിമം ഡിബേറ്റർക്ക് ഇത് ഡിബേറ്റ് മണ്ണാങ്കട്ടയൊന്നുമില്ല. നിങ്ങൾ ഉപദേശമൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ മദ്രസ ജീവികളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ, നിങ്ങൾ കോയമാരുടെ അടുത്ത് ഈ പരിപ്പേ ഞാൻ എടുക്കുള്ളൂ. നിങ്ങൾക്ക് സൗകര്യം ഇവിടെ നിന്ന് വിളിച്ചാൽ മതി. ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് പൂശാൻ പറയുന്ന അറബി പെണ്ണുങ്ങളെ പോയി പൂശനടാ, ശുക്ലം എവിടെ കളഞ്ഞാലും കുഴപ്പമില്ലടാ എന്ന് പറയുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം മതം വിടുമോ ഇല്ലേ? ഇതാദ്യം പറയും. അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. ഇത്രയുള്ള ഉമാരെ കഥ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ നാട്ടിലെ മയിൽക്കുട്ടികൾക്ക് പോലും അറിയാം ഈ ഹദീസൊക്കെ. ഞാൻ ഇവിടെ വായിക്കാം. എന്തായാലും കോയ ഇത്രയും പറഞ്ഞല്ലേ, നമുക്ക് ഹദീസിന്റെ നമ്പർ തന്നെ പറഞ്ഞു കളയാം. സഹീഹ് അൽ ബുഖാരി 4138. സഹീഹ് അൽ ബുഖാരി കേട്ടോ. ഈ ഹദീസ് സഹീഹാണ്, സഹീഹ് ബുഖാരിയിൽ വരുന്നതാണ്. ഇത് വെച്ചുകൊണ്ട് പല സാധനങ്ങളും ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഈ പറയുന്ന എന്താണ്, നമ്മളിതൊക്കെ പറഞ്ഞ് തേഞ്ഞ സാധനങ്ങളാണ്. ഏതാണത്? ഈ എന്താണ് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, അതുപോലെ ഈ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിച്ചിരുന്ന ഹദീസാണ് ഈ പറയുന്നത്. ഇതിൽ നമുക്ക് വായിക്കാം. I entered the mosque and saw Abu Sa'id al-Khudri and sat beside him and asked him about al-azl, അതായത് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്. Abu Sa'id said, we went out with Allah's messenger for the ghazwa of Banu Mustalik and we received
captives from among the Arab captives, and we desired women and celibacy became hard on us, and we loved to do coitus interruptus. അതായത് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് കൊള്ള നടത്തി ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഭാര്യമാരിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊള്ള മുതലായിട്ട് കുറേ അറബി പെണ്ണുങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതും അവരിൽ നമ്മൾക്ക് ആഗ്രഹം പൂത്ത് ഉലഞ്ഞു. അപ്പോൾ സോ വെൻ വി ഇന്റൻഡഡ് ടു ഡു കോയിറ്റസ് ഇന്ററപ്റ്റസ്, അപ്പോൾ പൂശാൻ പോയി എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവർ കോയിറ്റസ് ഇന്ററപ്റ്റസ് ചെയ്യുന്നിടത്താണ് അവരുടെ പ്രശ്നം. പൂശൽ അവർക്ക് ഹലാലാണ്. ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ പൂശിക്കോളൂ എന്ന് ഖുറാനിൽ തന്നെ ഉണ്ട്. അല്ലാ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. എല്ലാരും വിളിച്ചു.